Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഈ സമയം നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് എന്താണെന്നാണ് നമ്മളൊന്ന് ക്വിക്കായിട്ട് നോക്കുന്നത്. ഓക്കെ, യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്താണ് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് ഗൈഡൻസ്? Alright. Sexual union, honor the place in one another, where you are one eternal soul, for there you will find true bliss. Alright. സോ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്പെഷ്യലി നിങ്ങളുടെ സാക്രൽ ചക്ര എവേക്കൻ ആക്കുന്ന ചില എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ട്രൂ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു സാക്രൽ എനർജി ഓർ നിങ്ങൾ സാക്രൽ ആയിട്ട് ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഫിസിക്കലി സെക്ഷലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, റൈറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സോൾ ഒരുപാട് എവേക്കൻ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻലി ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് സെക്ഷൽ യൂണിയൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഓർ അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻസ് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ സോൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയർ, നിങ്ങളുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എന്താണെന്നുള്ളത് കൂടുതൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. ഓൾറൈറ്റ്, ഓൺലി ടൈം വിൽ ടെൽ. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യത്തിനും നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ഫീലിങ്സ് ഉണ്ടാവുന്നത്, എസ്പെഷ്യലി ചില അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് യൂണിയൻ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് വന്നിട്ട് നിങ്ങൾ പോകുന്നൊരു സിറ്റുവേഷൻ, അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു മൊമെന്റിൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല എന്തിനാണ് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. When you pass from this world, you take nothing with you but your soul and the memories you have shared with those you love. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങൾ പല ഡൗട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ സോളിന്റെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില മൊമെന്റ്സ് ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ സോളിന് ഈ ഒരു സമയം ആ ഒരു ഫ്രീഡം ഒരുപാട് ക്രേവ് ചെയ്യുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, ആരോട് നിങ്ങൾ വലിയ രീതിയിൽ ഹോൾഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്ര ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ഇറ്റ്. ഓക്കെ, കാരണം ഇത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു സോൾ ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്, സോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മേ ബി നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തെങ്കിലും കൈൻഡ് ഓഫ് സോൾ കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ആ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരു സോളിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഫിസിക്കലി ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടെ ഹീൽ ചെയ്യാനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക, എക്സ്പ്രസ് ചെയ്യുക. മെയിൻ ആയിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ എക്സ്പ്രസ് ഇറ്റ്. അവിടെ നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താവും, വലിയൊരു കാര്യം ലൈഫ് വലിയ സീരിയസ് ആക്കി ചില സമയത്ത് എടുക്കാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് അത്രയൊരു ആഗ്രഹമുള്ള ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ഇറ്റ്. ഓക്കെ, സ്പെഷ്യലി സ്നേഹം ഇങ്ങനെ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, ഇപ്പം നിങ്ങൾ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഫീലിങ്സ് എന്താന്നുള്ളത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അത് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അത് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഹാബിറ്റ്സ്, സ്പെഷ്യലി നിങ്ങളുടെ ഒരു സാക്രൽ എനർജി ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാക്രൽ എനർജി ഒരുപാട്, അതായത് സെക്ഷൽ എനർജി ഒരുപാട് എവേക്കൻ ആക്കാനും റേസ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ടൈം യു ആർ ട്രൈങ് ടു ഹാർഡ്, ഗിവ് ഇറ്റ് ടൈം. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചില ആൻസേഴ്സും ആയിരിക്കാം. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട്
ഫോഴ്സ് ചെയ്യുന്നുണ്ടാവുക ചില ആൻസേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ചില കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രമിക്കാതിരിക്കുക. what you need to hear right now. ഈ ഒരു സമയത്ത് നിങ്ങൾ മ്യൂച്വലി കണക്ട് ചെയ്യുന്ന ചില ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, സോ അവിടെ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വെരി സൂൺ നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യാൻ, അവരായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരാനും. Okay, manifesting miracles. Your dream is soon to become reality. Trust your heart and continue to follow its guidance. It's a confirmation. Okay, ഇത് ഒരുപാട് പേർക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങളുടെ ഒരുപാട് വലിയൊരു ആഗ്രഹം, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സോളിന്റെ ചില ആഗ്രഹങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാൻ പോവാണ്. അത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ സോൾ ഒരുപാട് ക്രേവ് ചെയ്യുന്ന ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങൾ മേ ബി നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ യൂണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിങ്ങൾക്കൊരു മിറാക്കിൾ ആയിട്ട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അത്ര ഡീപ്പ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒരു ലവ് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻകംപ്ലീഷൻ ഉണ്ടായി, റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു കണക്ട് ആയിട്ടുള്ള ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം. നിങ്ങൾ ഓൾറെഡി അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ മിറാക്കിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. And it's a confirmation, soulmate. Your soulmate is already with you in spirit. Believe this and they will manifest physically. Oh my God. It's like നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ അതിന്റെ ഒരു മേറ്റിനെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അത് മേ ബി നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ല, ഫിസിക്കലി നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ബട്ട് വെരി സൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇന്റിമസിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു മെയ്റ്റ് ആയിട്ട്. ഓക്കെ, ഇത് ഓൾറെഡി ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരു പേഴ്സൺ ആണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയുമായിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് ആ ഒരു മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് റീസൺ അറിയുന്നുണ്ടാവില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു ലാക്നെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് തന്നെ പറയാം. ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാക്രൽ എനർജി ഒരുപാട് റേസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വെരി സൂൺ നിങ്ങൾക്ക് അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഫോർ ഓൾ. ഓക്കെ, ഇറ്റ്സ് യുവർ സോൾമേറ്റ്, സോൾ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇന്റൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. Alright, so hope you like this reading. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.